ഇപ്പം എന്താ സെം തുടങ്ങുമ്പോഴേ കുറച്ച് നാള് ഫ്രീ ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ ഫസ്റ്റ് സീരീസ് വരും. അത് കഴിഞ്ഞ് ഫ്രീ ആവുമെന്ന് വിചാരിച്ചാല് ലാബിന്റെ തിരക്ക് റെക്കോർഡൊക്കെ വരും. പിന്നെ സെക്കൻഡ് സീരീസ് വരും. അത് കഴിഞ്ഞ് ലാബിന്റെ ഇന്റേണൽ വരും. അങ്ങനെ മൊത്തത്തിൽ സമയം കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെ കോളേജിൽ എന്തെങ്കിലും ഫെസ്റ്റ് വരുമ്പോ തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല കോളേജിലും. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര പാടാണ് എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ. വീഡിയോസ് എടുക്കാൻ പോലും സമയം കിട്ടാറില്ല. മനസ്സിലായി. ഇനി നെക്സ്റ്റ് തിങ് വി വുഡ് ലൈക്ക് ടു നോ ഈസ്, ദിയ ബിടെക് പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? ലൈക്ക് ഒരു മിനിമം CGPA മെയിൻറ്റെയിൻ ചെയ്യാനാണോ, അതോ ജോബ് ഓറിയന്റഡ് സ്റ്റഡി ആണോ? ഐ മീൻ വാട്ട്സ് ഇൻ യുവർ മൈൻഡ് വൈൽ യു സ്റ്റഡി? പഠിക്കുന്ന സമയത്ത് എന്താണ് മനസ്സിൽ? സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോൾ മെയിൻലി നോക്കുന്നത് ആ സബ്ജക്ട് എങ്ങനെയെങ്കിലും പാസ് ആവണമെന്നാ. ഞാൻ ബാക്കി റിസൾട്ടിനെ കുറിച്ച് ഓർക്കത്തില്ല. എങ്ങനെയെങ്കിലും പാസ് ആവണമെന്ന് ഓർത്ത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ എല്ലാ സബ്ജക്റ്റും പഠിക്കും. പിന്നെ ഈ കമ്പനിയിൽ നിന്നൊക്കെ വരുമ്പോഴും CGPA നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു നല്ല CGPA കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ശരിയാണ്, ഒരുപാട് കമ്പനീസും CGPA നോക്കാറുണ്ട്. അതോടൊപ്പം മാക്സിമം എഫേർട്ട് ഇട്ട് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. നൗ മൈ ഫൈനൽ ക്വസ്റ്റ്യൻ, CEK കുറിച്ച് എന്താണ് അഭിപ്രായം? ഐ മീൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ. ദിയ പഠിക്കുന്ന കോളേജാണ്. അപ്പോൾ എന്താണ് അഭിപ്രായം? വിൽ യു റെക്കമെൻഡ് ഇറ്റ് ടു അപ്കമിങ് സ്റ്റുഡൻസ്? ഞാനത് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്റെ പല ഫ്രണ്ട്സും പല കോളേജിലുമായിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ തന്നെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ മിസ്സുമാർ നല്ലോണം എഫേർട്ട് ഇടുന്നുണ്ട്. അതായത് അവര് കൂടുതലും എല്ലാം പഠിപ്പിച്ച് സിലബസ് എല്ലാം കവർ ചെയ്ത് അവരുടെ ആത്മാർത്ഥതയോടെ അവര് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചോന്ന് അങ്ങനെയൊന്നും പറയത്തില്ല. നല്ല രീതിക്ക് എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്, നോട്ട് തരുന്നുണ്ട്. ലൈക്ക് സ്കൂൾ സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ നോട്ടൊക്കെ തന്ന് ടെസ്റ്റ് പേപ്പർ ഇട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഫ്രീഡവും ഉണ്ട്, പിന്നെ നല്ല പരിപാടികളുണ്ട്. മൊത്തത്തിൽ നല്ല കോളേജാണ്. ദാറ്റ്സ് സോ നൈസ് അല്ലേ? CEKയിലെ എല്ലാ ടീച്ചേഴ്സിനും സോ മച്ച് ലവ് ആൻഡ് റെസ്പെക്ട് ഫ്രം മൈ സൈഡ്. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. കാരണം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തൊരു വിദ്യാർത്ഥിയാണ് ദിയ. സോ ആ നിലയിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട്, ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് ദിയയ്ക്ക് പറയാനുള്ളത്? ഇനിയും പഠിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇഷ്ടപ്പെട്ടെടുത്ത് പഠിക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് മടുക്കാണ്ട് പഠിക്കാൻ പറ്റും. ലൈക്ക് എന്തായാലും കുറെ സ്ട്രെസ് വരും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നല്ല രീതിക്ക് സ്ട്രെസ് വരുന്നുണ്ട്. കോളേജിൽ നിന്നാണെങ്കിൽ പോലും അക്കാഡമിക് സ്ട്രെസ് നല്ലപോലെ വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടെടുത്ത് പഠിക്കുമ്പോൾ അതെന്തായാലും മടുക്കാണ്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്നുള്ളൊരു തോന്നൽ വരും. അതല്ലാണ്ട് വീട്ടിലെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും കിട്ടാഞ്ഞിട്ട് വന്നതാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മടുക്കും. അപ്പം ഇനിയും താല്പര്യമുള്ളവര്, പ്രത്യേകിച്ച് ട്രിപ്പിൾ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെടുക്കുക, പഠിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന ദിയ ലക്ഷ്മിക്ക് താങ്ക് യു.